Hello everyone, welcome to Brilliant EduTech, the best solution ever. ഹെൽത്ത് സർവീസസ് നടത്തിയ കേരള PSC എക്സാമായ ട്രീറ്റ്മെന്റ് ഓർഗനൈസർ ഗ്രേഡ് 2ന്റെ റിസൾട്ട്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. ജില്ലാ അടിസ്ഥാനത്തിൽ നടന്നൊരു എക്സാമാണ്. ഇതുവരെ 5 ജില്ലയുടെ റിസൾട്ടാണ് വന്നിട്ടുള്ളത്. 5 ജില്ലയിൽ നമുക്ക് ഫസ്റ്റ് റാങ്ക് ഹോൾഡേഴ്സ് ഉണ്ട്. അത് ഒരുപാടധികം വലിയ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്തും കൂടെ ഷെയർ ചെയ്യണമെന്ന് തോന്നി. പലരും വിളിച്ച് സംസാരിക്കുമ്പോൾ ഒരുപാടധികം സന്തോഷമാണ്. അവരുടെ സന്തോഷം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഫസ്റ്റ് റാങ്ക് ഹോൾഡേഴ്സിനെ പ്രത്യേകമായിട്ട് മെൻഷൻ ചെയ്ത് പറയണമെന്ന് തോന്നി. അപ്പോൾ സാലി KM തൃശ്ശൂർ ഡിസ്ട്രിക്റ്റില്, ആർദ്ര എറണാകുളം ഡിസ്ട്രിക്റ്റില്, അതുപോലെ കണ്ണൂരിലും ആലപ്പുഴയിലും നമുക്ക് സൗമ്യ ജയാണുള്ളത്. 2 ജില്ലയിലും ഫസ്റ്റ് റാങ്ക് നേടിയിട്ടുള്ള വ്യക്തിയാണ് സൗമ്യ. അതുപോലെ വയനാട് ജില്ലയിൽ നോക്കുകയാണെങ്കിൽ അജീഷ് KS. അപ്പോൾ എല്ലാ ഫസ്റ്റ് റാങ്ക് ഹോൾഡേഴ്സ് മാത്രമല്ല, നമുക്ക് ഇനിയും കുറേ റാങ്ക് ഹോൾഡേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാടധികം സന്തോഷമുണ്ട്. നിങ്ങൾ പേഴ്സണലി വിളിച്ച് സംസാരിക്കുമ്പോഴാണെങ്കിലും നിങ്ങളുടെ അച്ചീവ്മെന്റ്സ് കാണുമ്പോഴാണെങ്കിലും ഒരുപാടധികം സന്തോഷമുണ്ട്. അപ്പോൾ ട്രീറ്റ്മെന്റ് ഓർഗനൈസറിന്റെ മറ്റ് റാങ്ക് ഹോൾഡേഴ്സ് ആണ്. സെക്കൻഡ് റാങ്ക് ഹോൾഡേഴ്സ് ഉണ്ട് നമുക്ക്. അതുപോലെ 4th, 3rd, 6th, 5th ഇങ്ങനെ പല റാങ്കിൽ നമുക്ക് ഫസ്റ്റ് 10ൽ തന്നെ അത്യാവശ്യം നിറയെ റാങ്ക് ഹോൾഡേഴ്സ് ഉണ്ട്. ട്രീറ്റ്മെന്റ് ഓർഗനൈസർ ഗ്രേഡ് 2 എക്സാമിൽ ഒരുപാടധികം സന്തോഷമുണ്ട് കേട്ടോ നിങ്ങളുടെ അച്ചീവ്മെന്റ്സിൽ. ട്രീറ്റ്മെന്റ് ഓർഗനൈസർ ഗ്രേഡ് 2 എക്സാമിന്റെ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിന്റെയും എറണാകുളം ഡിസ്ട്രിക്റ്റിന്റെയും റിസൾട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ മറ്റൊരു സന്തോഷം എന്ന് പറയുന്നത് ഇൻസ്പെക്ടർ ഓഫ് ലീഗൽ മെട്രോളജിയുടെ റാങ്ക് ലിസ്റ്റ് വന്നതാണ്. അപ്പോൾ ഈ അടുത്താണ് വന്നത് റാങ്ക് ലിസ്റ്റ്. അതിനകത്ത് നമുക്ക് 3rd റാങ്ക് ഹോൾഡർ ഉണ്ട് അപർണ KM, അതുപോലെ ഇസ്മായിൽ TA, ശ്രീദേവി LK, മുസീന. എല്ലാവർക്കും കൺഗ്രാജുലേഷൻ. വളരെ ചെറിയൊരു ഗ്രൂപ്പായിട്ടാണ് നമ്മൾ ലീഗൽ മെട്രോളജിയുടെ ആ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനകത്തുനിന്നും ഇത്രയും നല്ല വിജയം ഉണ്ടായി എന്ന് പറയുന്നതിൽ ഒരുപാടധികം സന്തോഷമുണ്ട്. നിങ്ങൾ വിളിച്ച് സംസാരിക്കുമ്പോഴാണെങ്കിലും അത്രയധികം സന്തോഷം എനിക്കുണ്ട്. അതിലും എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് ആശംസിക്കുന്നു കേട്ടോ. അതുപോലെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് നടത്തിയ അസിസ്റ്റന്റ് സയന്റിസ്റ്റിലും നമുക്ക് റാങ്ക് ഹോൾഡേഴ്സ് ഉണ്ട്. 5th റാങ്കിൽ പൂർണിമ ഗോപി, 18th റാങ്കിൽ ഷജിനി, 29th റാങ്കിൽ ധന്യ. അതുപോലെ ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് 2 ഇതേപോലെ കഴിഞ്ഞ വർഷം നടന്ന എക്സാം ആണ്. അതിൽ ഫസ്റ്റ് സെക്കൻഡ് റാങ്കുകളിലായിട്ട് നമുക്ക് ആദ്രയും അൽഫിയും ഉണ്ട്. എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് ആശംസിക്കുന്നു. ഇനിയും വലിയ വിജയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. In tissue culture, roots can be induced by option A, lower concentration of cytokinin and higher concentration of auxin, option B, only cytokinin and no auxin, option C, no cytokinin and only auxin, option D, higher concentration of cytokinin and lower concentration of auxin. അപ്പോൾ ഓപ്ഷൻ A, lower concentration of cytokinin and higher concentration of auxin ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. ടിഷ്യൂ കൾച്ചറിൽ ഇമ്പോർട്ടൻ്റ് ആയ 2 പ്ലാന്റ് ഹോർമോൺ ആണ് ഓക്സിനും സൈറ്റോകൈനിനും എന്ന് പറയുന്നത്. സൈറ്റോകൈനിൻ ഷൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റെമ്മിന്റെ ഫോർമേഷന് വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അതേസമയം ഓക്സിൻ എന്ന് പറയുന്നത് റൂട്ട് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്ത് വരുന്നത്. Which of the following plants yield oil and fiber both? Option A, Cocos nucifera. Option B, Brassica campestris. Option C, Eucalyptus. Option D, Euphorbia hirta. അപ്പോൾ ഇതിൽ ഏത് പ്ലാന്റ് ആണ് ഓയിലും ഫൈബറും രണ്ടും ഈൽഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഓപ്ഷൻ A, കോക്കസ് ന്യൂസിഫറ, അതായത് കോക്കനട്ട് ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. കോക്കസ് ന്യൂസിഫറ എന്നുള്ളത് കോക്കനട്ടിന്റെ സയന്റിഫിക് നെയിം ആണ്. SCP stands for option A, single cell protein, option B, stress cultivated plant, option C, somatic cultivated plantlet, option D, soma clonal plants. SCP stands for option A, single cell protein ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. സിംഗിൾ സെൽ പ്രോട്ടീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്രൂഡ് അല്ലെങ്കിൽ ഒരു റിഫൈൻഡ് എഡിബിൾ പ്രോട്ടീൻ ആണ്. ഇവരെ നമ്മൾ ഐസൊലേറ്റ് അല്ലെങ്കിൽ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത് പ്യുവർ ആയ മൈക്രോബിയൽ കൾച്ചേഴ്സ് വഴിയായിട്ടാണ്. ഇതുവഴിയായിട്ട് നമുക്ക് ഡെഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഡ്രൈഡ് ആയിട്ടുള്ളതോ സെൽ ബയോമാസ് ഒക്കെ നമുക്ക് യൂസ് ചെയ്തുകൊണ്ട് സിംഗിൾ സെൽ പ്രോട്ടീൻ ഉണ്ടാക്കാം. ഇവരെ നമുക്കൊരു പ്രോട്ടീൻ സപ്ലിമെന്റ് ആയിട്ട് ഹ്യൂമൻസിനായിക്കോട്ടെ അനിമൽസിനായിക്കോട്ടെ രണ്ടുപേർക്കും യൂസ് ചെയ്യാൻ തരത്തിൽ പ്രോട്ടീൻ സപ്ലിമെന്റ് ആയിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്തെടുക്കുന്നത്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് മൈക്രോ ഓർഗാനിസം ആയ അല്ലെങ്കിൽ ലോവർ ഓർഗാനിസംസ് ആയ ആൽഗെ, ഫംഗൈ, ഈസ്റ്റ്, ബാക്ടീരിയ ഇതൊക്കെയാണ്. അപ്പോൾ ഇവരുടെ പ്രോട്ടീൻ കണ്ടന്റ് എന്ന് പറയുന്നത് വളരെയധികം ഹൈ ആണ്. അത് മാത്രമല്ല ഈ മൈക്രോബിനെ നമുക്ക് കുറേ അധികം സബ്സ്ട്രേറ്റ് എന്ന് പറയുമ്പോൾ അധികം എക്സ്പെൻസീവ് അല്ലാത്ത അഗ്രികൾച്ചർ വേസ്റ്റ് ആവാം, അല്ലെങ്കിൽ വുഡ് ഷേവിങ്സ് ആവാം, സോഡസ്റ്റ് ആവാം, ഇങ്ങനെ എന്തെങ്കിലും സബ്സ്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ മാധ്യമം, ജസ്റ്റ് അതിന് വളർന്നു വരാനുള്ള ഒരു
സാഹചര്യം ഒരുക്കി കൊടുക്കാനായിട്ട് ഇവരെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ നമ്മൾ നോക്കുന്നത് ചില സോഴ്സസ് ഓഫ് സിംഗിൾ സെൽ പ്രോട്ടീൻ ആണ്. ഒരു കൂട്ടം മൈക്രോ ഓർഗാനിസംസ് തന്നെയാണ് സിംഗിൾ സെൽ പ്രോട്ടീൻ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്തു നിന്നും ടൺ കണക്കിന് പ്രോട്ടീൻ ആണ് ഓരോന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവുക. ഫംഗസിനകത്ത് നോക്കുകയാണെങ്കിൽ ആസ്പെർഗില്ലസ് ഫുമിഗാറ്റസ്, ആസ്പെർഗില്ലസ് നിഗർ, റൈസോപ്പസ് സൈക്ലോപ്പിയൻ ഇതൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഈസ്റ്റിനകത്ത് സാക്രോമൈസസ് സെർവേസിയെ, കാൻഡിഡ ട്രോപ്പിക്കാലിസ്, കാൻഡിഡ യൂട്ടിലസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ആൽഗെ എന്ന് പറയുന്നത് ലോവർ ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. ഇതിനകത്തുനിന്നും സ്പൈറുലിന, ക്ലോറല്ല പൈറിഡിനോസ, കോൺട്രസ് ക്രിസ്പസ് ഇതൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ബാക്ടീരിയനകത്ത് നോക്കുകയാണെങ്കിൽ സ്യൂഡോമോണാസ് ഫ്ലൂറൻസിസ്, അതുപോലെ ലാക്ടോബാസിലസ്, ബാസിലസ് മെഗാറ്റേറിയം ഇതിനൊക്കെയാണ് എന്തിന് യൂസ് ചെയ്യുന്നത്? സിംഗിൾ സെൽ പ്രോട്ടീൻ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്ത് വരുന്നത്. Which of the following is an exotic Indian fish? Option A, Catla catla. Option B, Heteropneustes fossils. Option C, Cyprinus carpio. Option D, Labio rohita. Option C, Cyprinus carpio ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. എക്സോട്ടിക് സ്പീഷീസ് എന്നതുകൊണ്ട് ഇൻട്രൊഡ്യൂസ്ഡ് എന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇവരുടെ നേറ്റീവ് ഈ കാർപ്പിയോ എന്ന് പറയുന്ന ഫിഷിന്റെ നേറ്റീവ് എന്ന് പറയുന്നത് ഇന്ത്യ അല്ല. ഇവരെ നമ്മൾ ബാങ്കോക്കിൽ നിന്നാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ അക്വാകൾച്ചർ പ്രാക്ടീസസിന്റെ ഭാഗമായിട്ടാണ് സൈപ്രിനസ് കാർപ്പിയോനെ ഇന്ത്യയിലോട്ട്, അതായത് റിവർ ഗംഗയിലോട്ടൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. The scientific process by which crop plants are enriched with certain desirable nutrients is called option A, crop protection, option B, breeding, option C, biofortification, option D, bioremediation. അപ്പോൾ ഏത് സയന്റിഫിക് പ്രോസസ് വഴിയായിട്ടാണ് ക്രോപ്പ് പ്ലാന്റ്സിനെ ഡിസൈറബിൾ ന്യൂട്രിയൻസ് വെച്ച് എൻറിച്ച് ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ സി ബയോഫോർട്ടിഫിക്കേഷൻ ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. Biofortification is the process of improving nutritional quality of the food crop. ഫുഡ് ക്രോപ്പുകളുടെ ന്യൂട്രീഷണൽ ക്വാളിറ്റി എൻഹാൻസ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു സയന്റിഫിക് പ്രോസസ്സാണ് ബയോഫോർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പല അഗ്രോണമിക് പ്രാക്ടീസസ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കൺവെൻഷണൽ ബ്രീഡിങ്, ബയോടെക്നോളജി ബേസ് ചെയ്തുകൊണ്ടുള്ള പുതിയ തരം അപ്രോച്ചുകൾ, അതായത് ജനറ്റിക് എഞ്ചിനീയറിംഗ്, ജീനോം എഡിറ്റിംഗ് ഇങ്ങനെയുള്ള പുതിയ സാധ്യതകളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ക്രോപ്പ് പ്ലാന്റുകളുടെ ന്യൂട്രീഷണൽ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് ബയോഫോർട്ടിഫിക്കേഷനിൽ ചെയ്തു വരുന്നത്. Coconut milk is used in tissue culture which consists of option A, cytokinin, option B, auxin, option C, gibberellin, option D, ethylene. കോക്കനട്ട് മിൽക്ക് ടിഷ്യൂ കൾച്ചറിൽ യൂസ് ചെയ്യുന്നതിനകത്ത് ഏത് ഹോർമോണാണ്, പ്ലാന്റ് ഹോർമോണാണ് പ്രസന്റ് ആയിരിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഓപ്ഷൻ എ സൈറ്റോകൈനിൻ ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. Coconut milk is widely used in tissue culture because first thing എന്ന് പറയുന്നത് അത് enlargement of cellsന് കാരണമാകുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഡിഫറൻസിയേഷൻ ഓഫ് റൂട്ട്, കാലസിനകത്ത് റൂട്ടിന്റെ ഡിഫറൻസിയേഷനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇറ്റ് കണ്ടെയ്ൻ നാച്ചുറൽ സബ്സ്റ്റൻസസ് വിത്ത് സൈറ്റോകൈനിൻ ലൈക്ക് ആക്ടിവിറ്റി. സൈറ്റോകൈനിൻ എന്ന് പറയുന്നത് ഒരു പ്ലാന്റ് ഹോർമോൺ ആണ്. അതിനെ റിസംബിൾ ചെയ്യുന്ന പോലെയുള്ള നാച്ചുറൽ സബ്സ്റ്റൻസുകൾ കോക്കനട്ട് മിൽക്കിനകത്തുണ്ട്. അതുമാത്രമല്ല ഇറ്റ് പ്രൊമോട്ട് റൂട്ട് ഹെയർ ഫോർമേഷൻ ചെയ്യുന്നതിന് ഈ പറയുന്ന കോക്കനട്ട് മിൽക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കൂടാതെ ഇത് എന്ത് ചെയ്യുന്നുണ്ട്, പ്ലാന്റിന്റെ അബ്സോർപ്ഷൻ സർഫസിനെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇക്കാരണം കൊണ്ടൊക്കെയാണ് നമ്മൾ കോക്കനട്ട് മിൽക്ക് ടിഷ്യൂ കൾച്ചറിൽ യൂസ് ചെയ്ത് വരുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ആൻ അഡ്വാൻറ്റേജ് ഓഫ് SEP? സിംഗിൾ സെൽ പ്രോട്ടീൻ്റെ അഡ്വാൻറ്റേജിൽ പെടാത്തത് ഏത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ യൂസ്ഡ് ആസ് എ പ്രോട്ടീൻ റിച്ച് ഡയറ്റ്, ഓപ്ഷൻ ബി റെഡ്യൂസ്ഡ് എൻവയോൺമെന്റൽ പൊല്യൂഷൻ, ഓപ്ഷൻ സി ഇൻക്രീസ് ഇൻ സപ്ലൈ ഓഫ് പ്രോട്ടീൻ, ഓപ്ഷൻ ഡി ഇൻക്രീസസ് വാട്ടർ പൊല്യൂഷൻ. അപ്പോൾ ഇതിനകത്ത് അഡ്വാൻറ്റേജ് അല്ലാത്തത് ഏത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഓപ്ഷൻ ഡി ഇൻക്രീസസ് വാട്ടർ പൊല്യൂഷൻ ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. സിംഗിൾ സെൽ പ്രോട്ടീനെ കുറിച്ച് നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് ലഭിക്കുന്നതിന് അതിന്റെ അപ്ലിക്കേഷൻസ് ഒക്കെ ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ആദ്യത്തെ ഒരു അപ്ലിക്കേഷൻ ആയിട്ട് പറയുന്നത് അത് ഇൻസ്റ്റന്റ് ആയ എനർജി പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളതാണ്.
രണ്ടാമതായിട്ട് ഇറ്റ്സ് ഗുഡ് ഫോർ ഹെൽത്തി ഐസ് ആൻഡ് സ്കിൻ. അതുപോലെ ബെറ്റർ ആയിട്ടുള്ള ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ സപ്ലിമെന്റ് ആണ് സിംഗിൾ സെൽ പ്രോട്ടീൻ എന്ന് പറയുന്നത്. അപ്പോൾ അണ്ടർ nourished ആയിട്ടുള്ള ചിൽഡ്രൻസിനൊക്കെ ബെസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോട്ടീൻ സപ്ലിമെന്റ് ആണ് സിംഗിൾ സെൽ പ്രോട്ടീൻ എന്ന് പറയുന്നത്. അത് മാത്രമല്ല അത് ഒരു ഗുഡ് സോഴ്സ് ഓഫ് വിറ്റാമിൻ, അമിനോ ആസിഡ്, മിനറൽ എന്നൊക്കെയാണ് പറയുന്നത്. ഇനി ഇത് കൂടാതെ സിംഗിൾ സെൽ പ്രോട്ടീന് മെഡിസിൻ മേഖലയിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഒബിസിറ്റി കൺട്രോൾ ചെയ്യുന്നതിന്, ബ്ലഡ് ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നതിന്, ബോഡി വെയിറ്റ് റെഡ്യൂസ് ചെയ്യാൻ, കൊളസ്ട്രോൾ, സ്ട്രെസ് ഇതൊക്കെ റെഡ്യൂസ് ചെയ്യുന്നതിന് സിംഗിൾ സെൽ പ്രോട്ടീനെ യൂസ് ചെയ്യാവുന്നതാണ്. ഇത് മാത്രമല്ല കൊളസ്ട്രോൾ ബോഡിയിൽ അക്യുമുലേറ്റ് ചെയ്യുന്നതിന് പ്രിവെന്റ് ചെയ്യുന്നുണ്ട് സിംഗിൾ സെൽ പ്രോട്ടീൻ. ഇനി ഇതൊന്നും അല്ലാതെ കോസ്മെറ്റിക് പ്രൊഡക്ട്സിന്റെ കേസിൽ നോക്കുകയാണെങ്കിൽ ഹെൽത്തി ഹെയർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ഹെർബൽ പ്രൊഡക്റ്റ്, ബയോ ലിപ്സ്റ്റിക്, ഫേസ് ക്രീം ഇതിനകത്തൊക്കെ സിംഗിൾ സെൽ പ്രോട്ടീനെ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി പോൾട്രീൻ്റെ കേസിനകത്ത് നോക്കുകയാണെങ്കിൽ കാറ്റിൽ, ബേർഡ്സ്, ഫിഷ് ഇതിൻ്റെയൊക്കെ ഫീഡിങ്ങിന് വേണ്ടിയിട്ടൊക്കെ വൈഡായിട്ട് സിംഗിൾ സെൽ പ്രോട്ടീനെ യൂസ് ചെയ്യുന്നുണ്ട്. കാരണം ഇത് കൺവീനിയൻ്റ് ആയിട്ടൊരു സോഴ്സ് ഓഫ് പ്രോട്ടീൻ ആണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ കാറ്റിലിൻ്റെയും ബേർഡ്സിൻ്റെയും ഫിഷസിൻ്റെയും ഒക്കെ ഫീഡിനകത്തും ഈ സിംഗിൾ സെൽ പ്രോട്ടീനെ യൂസ് ചെയ്ത് വരുന്നുണ്ട്. The alkaloid from Colchicum autumnale of Liliaceae induces option A sterility, option B dormancy, option C cell division, option D polyploidy. അപ്പോൾ കോൾച്ചിസിയം ഓട്ടംനാലെ എന്ന് പറയുന്ന പ്ലാന്റിലെ ആൽക്കലോയിഡ് എന്താണ് ഇൻഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഓപ്ഷൻ ഡി പോളിപ്ലോയിഡി ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. കോൾച്ചിസിയം ഓട്ടംനാലെ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ കോൾച്ചിസിയം ഓട്ടംനാലെ കോസ് ചെയ്യുന്നതാണ് പോളിപ്ലോയിഡി എന്ന് പറയുന്നത്. സോ പോളിപ്ലോയിഡി എന്ന് പറയുന്നത് ഫ്യൂഷൻ ഓഫ് 2 or more ജീനോംസ് ആണ് വിത്തിൻ 1 ന്യൂക്ലിയസ്. അതായത് ഒരു ന്യൂക്ലിയസിനകത്ത് നോക്കുകയാണെങ്കിൽ 2 അതിൽ കൂടുതലോ ജീനോംസ് ഫ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. അതുവഴിയായിട്ട് എന്താവുന്നുണ്ട്, പോളിപ്ലോയിഡി കണ്ടീഷൻ റിസൾട്ട് ചെയ്യുന്നുണ്ട്. അതുവഴിയായിട്ട് സെൽസ് കണ്ടെയ്നിങ് മോർ ദാൻ 2 പെയർ ഓഫ് ഹോമോലോഗസ് ക്രോമസോം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. കേരള വാട്ടർ അതോറിറ്റി നടത്തുന്ന കേരള PSC എക്സാം ആയ ലാബ് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ പുതിയൊരു കോഴ്സ് ലോഞ്ച് ചെയ്യാണ്. അപ്പോൾ ഈ ഒരു കോഴ്സിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റഡി പ്ലാൻ ഉണ്ടായിരിക്കും, അതനുസരിച്ച് റിമൈൻഡേഴ്സും ഉണ്ടായിരിക്കും, എക്സാം ഓറിയന്റഡ് MCQ പ്രാക്ടീസ് ഉണ്ടായിരിക്കും, സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും, ഡൗട്ട് ക്ലിയറൻസ് ഉണ്ടായിരിക്കും, സ്റ്റഡി ആൻഡ് മെന്റർ സപ്പോർട്ട് ഉണ്ടായിരിക്കും. നിങ്ങളുടെ എക്സാം കഴിയുന്നത് വരെ നിങ്ങൾക്ക് ത്രൂ ഔട്ട് ഒരു സപ്പോർട്ടായിട്ട് നമ്മളുണ്ടായിരിക്കും. അതുപോലെ നമ്മുടെ സിലബസ് നമുക്കറിയാം അല്ലേ, MLT വരുന്നുണ്ട്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയിൽ തന്നെ ബോട്ടണി, സുവോളജി, മാത്സ് എന്നിങ്ങനെ സബ്ജക്ട്സ് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ എല്ലാ സബ്ജക്റ്റിനും നമ്മൾ റിവിഷൻ ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരിക്കും, ടോപ്പിക് ബേസ്ഡ് ആയിട്ടുള്ള ക്വിസുകൾ ഉണ്ടായിരിക്കും, സെൽഫ് അനാലിസിസ് ഇവിടെ നമുക്ക് എൻഷുർ ചെയ്യാവുന്നതാണ്. ഓരോ ടൈം ടു ടൈം ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എക്സാംസും അതുപോലെ ക്വിസുകളും ഒക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. അതിലൂടെ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഏത് രീതിയിലാണ് പോയിക്കൊണ്ടിരുന്നത് കൃത്യമായിട്ട് നമുക്ക് അനലൈസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു കോഴ്സിനെ കുറിച്ചും പ്ലാൻസിനെ കുറിച്ചും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് അറിയാനായിട്ട് നിങ്ങൾക്ക് തന്നിരിക്കുന്ന നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്യാം. നമ്മൾ 22-ാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്യാണ്, മാർച്ച് 22 മുതൽ. അപ്പോൾ എൻറോൾ ചെയ്യാൻ താല്പര്യമുള്ളവരെ പെട്ടെന്ന് തന്നെ എൻറോൾ ചെയ്യാനായിട്ടും ജോയിൻ ചെയ്യാനായിട്ടും പഠിച്ചു തുടങ്ങാനായിട്ടൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് കാണുമെന്ന് വിചാരിക്കുന്നു, കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ നിങ്ങളുടെ ഒപ്പീനിയൻസ്, നിങ്ങളുടെ സജഷൻസ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഡൗട്ട്സ് ഉണ്ടെങ്കിലും താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ കാണാം. കുറച്ചധികം നേരത്തെ എഫേർട്ടാണ് നിങ്ങൾ കാണുന്ന ക്ലാസ്സുകൾ. അപ്പോൾ അതുകൊണ്ട് മറക്കാതെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ കാണുന്നത് വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു പ്രിപ്പറേഷൻ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.